ഈ 5 തത്വങ്ങളുടെ ആ ഓം ധ്വനി ഇവിടെ അലയടിക്കണം. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഷാജി സാറാണ്. അദ്ദേഹം 12ാം വാർഡിലെ മെമ്പറാണ്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. അന്നെന്നോട് പറഞ്ഞ് ജയിക്കുകയാണെങ്കിൽ മെമ്പറായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടീസിലൊന്നും പേരൊന്നും വെച്ചില്ല, കാരണം നമുക്കറിയില്ല. എങ്കിലും അന്ന് ഞാൻ വിളിച്ചിരുന്നു. അപ്പം ജയിച്ചാൽ മെമ്പറായി വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കുകയാണ്. മെമ്പറായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും എൻ്റെയും വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിൽ നിന്നും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. പിന്നെ ഈ വേദിയെ അലങ്കരിച്ചിരിക്കുന്ന ഈ വേദിയുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോ ഭക്തജനങ്ങളുമാണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട അതിഥികൾ. അനൂപ് ചന്ദ്രൻ സർ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെ, പ്രജാപിത ബ്രഹ്മകുമാരീസ്
ഈശ്വരീയ വിശ്വവിദ്യാലയം ഒരു ആധ്യാത്മിക സ്ഥാപനമാണ്. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വരനോടുള്ള നിറഞ്ഞ ഭക്തി അഥവാ ഈശ്വരപ്രേമം നിറച്ചു തന്ന് ഈശ്വരനുമായി ഒരു അനശ്വരമായ ബന്ധം സ്ഥാപിച്ചെടുക്കുവാനുള്ള ഏകാഗ്രമായി ശാന്തമായ മനസ്സോടെ സമചിത്തതയോടെ ഈശ്വരനിൽ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കലയായ രാജയോഗ ധ്യാനമാണ് ഈ വിദ്യാലയം അഭ്യസിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഈ ലോകത്തിൽ പ്രത്യേകിച്ചും ഇതൊരു കലിയുഗത്തിൻ്റെ അന്തിമ സമയമാണ്. ഈ അന്തിമ സമയത്തിൽ നമുക്കറിയാം എല്ലാവരും അനേക പ്രകാരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വളരെയധികം നഷ്ടമായി ഇരിക്കുന്നൊരു കാലം, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നല്ല, വളരെയധികം നഷ്ടമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സിന് ശാന്തിയാണ്. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഇത്തിരി ശാന്തി മതി അല്ലേ? സന്തോഷം സുഖമൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ആദ്യം മനസ്സിന് അല്പം ശാന്തി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ? നമുക്കൊരിക്കലും ഇത്രയും അശാന്തരായും ദുഃഖിതരായും മാനസിക സംഘർഷങ്ങളിലൂടെയും ജീവിക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്ര മേൽശാന്തി ശ്രീ ഷിബു അവറുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഷാജി അവറുകൾ, മറ്റു വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഗുരുനാഥന്മാരെ, ഈ നമ്മുടെ ഈ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എൻ്റെ സഹോദരൻ കൂടിയായ ശ്രീ പ്രദോഷാണ് എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ ശ്രീ അനു പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതുപോലുള്ള ഈശ്വര പരിപാടിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട്, ഞാനും ഈ പറഞ്ഞ പോലെ അനു പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ ഉള്ള ഒരു വ്യക്തിയല്ല. ഗുരുവിൽ നിന്ന് സ്വീകരിച്ച അദ്ദേഹത്തിന് കിട്ടിയ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ ആ പ്രവർത്തനം കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് മനസ്സിന് ശക്തിയുണ്ടായി മുന്നോട്ട് പോകാൻ സാധിച്ചതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണ്. അത് പഞ്ചഭൂതങ്ങളിൽ നിലനിൽക്കുന്നു, അത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ മനസ്സ് വന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നല്ല. അച്ഛനും അമ്മയിൽ നിന്നുമാണ് മനസ്സ് വന്നിരുന്നതെങ്കിൽ, പൂർണ്ണമായിട്ടും അച്ഛനും അമ്മയിൽ നിന്നുമാണ് മനസ്സ് വന്നിരുന്നതെങ്കിൽ, നമുക്ക് അച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ടെങ്കിൽ 5നും ഒരേ സ്വഭാവമാകണം. ആണോ? 2 മക്കളുണ്ടെങ്കിലും 2നും 2 സ്വഭാവമല്ലേ? അപ്പോൾ മനസ്സ് വന്നത് എവിടുന്നാ? അച്ഛനും അമ്മയിൽ നിന്നും അല്ല. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ശരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് സമാധാനപൂർണ്ണമായിരിക്കണം. ആ സമാധാനപൂർണ്ണമായിട്ടുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒപ്പം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. തൊട്ടടുത്ത വാർഡാണ് ഈ വാർഡല്ല, തൊട്ടടുത്ത വാർഡാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്നെ പരിപാടിക്ക് വിളിക്കാറുള്ളതുകൊണ്ട് 2 എക്സ്ട്രീമുകളിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒന്ന്, കലയുടെ ഭയങ്കരമായ ശ്രേഷ്ഠമായ വലിയൊരു ഔന്നിത്യത്തിലും, മറ്റതിപ്പുറത്തെ കർഷകൻ്റെ ആത്മീയമായ മൂല്യവത്തായ ഔന്നിത്യത്തിലുമാണ് ഞാൻ ജീവിക്കുന്നത്. ഈ 2 എക്സ്ട്രീമിൽ എങ്ങനെ അനൂപ് ജീവിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് എന്നെ പ്രാപ്തമാക്കുന്ന ഒരു ഘടകം വിപസ്സന ധ്യാനമാണ്. വളരെ യാദൃച്ഛികമായി എൻ്റെ ഒരു ഗുരുനാഥൻ എന്നെ പറഞ്ഞുവിട്ട വിപസ്സന ധ്യാനത്തിന് എന്നെ പറഞ്ഞുവിട്ട അന്നു മുതലാണ് ഇപ്പം ബഹുമാനപ്പെട്ട ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ സിസ്റ്ററുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചില തമാശകൾ തോന്നാറുണ്ട്. പക്ഷെ പടിപടിയായി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് അനുഭവിച്ച കാര്യമാണ് സിസ്റ്റർ പറഞ്ഞതെന്ന് നമുക്ക് ബോധ്യം വരും. അത് പഠിക്കേണ്ടതുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സുതമയ പ്രജ്ഞയും
അന്നമയ പ്രജ്ഞയും ഒപ്പം തന്നെ അനുഭവമയ പ്രജ്ഞയും, പ്രജ്ഞ കൊണ്ട് നമ്മളത് ബോധ്യപ്പെടുമ്പോഴാണ് ആത്മീയത ഏറ്റവും ശക്തിവത്താവുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയാണ് നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എത്ര കാലം ആ സർവശക്തനായ ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ലേ നമുക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും? എത്ര കാലമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അല്ലേ? അടുത്തൊരു നിമിഷം നമ്മൾ ഈ ഭൂമിയിലുണ്ടോ നമുക്കറിയില്ല അല്ലേ? നമുക്ക് അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ മൃത്യോർമുക്ഷീയമാവൃതാം. ചിത്തത്തിനോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിനോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ അതരയിൽ വാഴും പരബ്രഹ്മ
ഉടലക്കാടും വിലാസനർത്തന രംഗങ്ങൾ ഉടുക്കിലുണരും ഓംകാരത്തിൻ ചോടുകൾ ചുടലമായി ഇളകുന്നു സംഹാര താണ്ഡവമാടുന്ന നേരത്തു സംഹാര കേളികളാണുന്നു കാമനെ ചുട്ടോരു കണ്ണിൽ കരലല്ല കാമമാണിപ്പോ ജോലിപ്പതൊന്നു മകളറിയാതെ ആ ഗംഗയ്ക്ക് പൊളി സേവ ചെയ്യുന്നു കണ്ണൻ പൊളി സേവ ചെയ്യുന്നു കണ്ണൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും മോങ്കരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ മകനം മറിയും കുന്തി കണ്ണീര് കുടിക്കുന്നു കണ്ണീര് കുടിക്കുന്നു കർണൻ മകനം മറിയും കുന്തിയേ സംഭവാമി യുഗേ യുഗേ കൗരവരുന്നും ചൂതിൽ ജയിപ്പൂ കൃഷ്ണ നീ എവിടെ എവിടെ കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ महागणपतिं मनसा स्मरामि महागणपतिम् ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനി ശനിയുടെ ഹരനേ വരണേ നീ അരവണ മധുരം തരണേ മനസ്സിൻ പമ്പയിൽ നീരാടുക നീ ശരണ നദിയലകൾ അണിയണ വരദനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ
രാജനു പൊന്നോമന നീ മിഴികൾ നേടിയ കണ്ണണി നീ രാവിലെ എൻ മനസ്സിൽ പ്രണവം നീട്ടിയ ശങ്കുലി നീ വ്രതവും നോറ്റുവരുന്നവരിൽ പൊളിമങ്ങാതുള്ളൊരു നീത്തിരി നീ കരൾ നൊന്തു പാടുമൊരെന്റെ കണ്ണീരിൻ കണിമായ്ച്ചവനെ എന്നിലുള്ള സംഗീതം നിൻ വനികയിലൊഴുകണ നദിയിലെ നുരമണി ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കിൽ കാണണം നടി ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചപ്പൊട പിടിക്കണ കാട്. വട്ടത്തില് കൂടുവാൻ അവിടെടവുമുണ്ടൊരുപാട്. തേക്കിൻകാട് തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കിൽ കൂടണം കടി ശിവപേരൂര്. രാധേ രാധേ മുരാരിന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല. മുകുന്ദന്റെയോ ചുണ്ടിൽ മുളം തണ്ട് മൂടി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനീണം പകരാനില്ല. മനോഹരി 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 രാധേ രാധേ മുരാരിന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല. മുകുന്ദന്റെയോ ചുണ്ടിൽ മുളം തണ്ട് മൂടി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനവനീതം പകരാനില്ല. കൃഷ്ണ നീ വേഗമേ വാരോ. കൃഷ്ണ നീ വേഗമേ വാരോ വാരോ വാരോ. കൃഷ്ണ നീ വേഗമേ നിന്നെ കണ്ണൻ വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല. നിന്നെ കണ്ണൻ വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും മധുരാപുരി വാഴും മന്നവൻ. മധുരാപുരി വാഴും മന്നവൻ. മണിവളക്കിളിഞ്ഞണ കയ്യാലെ വിരലട്ടി വിളിക്കണതാരാണ്. മണിവളക്കിളിഞ്ഞണ കയ്യാലെ വിരലട്ടി വിളിക്കണതാരാണ്. ഉരുളികളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണ്.
കണ്ണിൽ കണ്ടാൽ അഞ്ചുവാനെ അടി പൊറുക്ക മാറ്റാമൽ കണ്ണിൽ കണ്ടാൽ അഞ്ചുവാൻ സിനിയെ കാട്ടിവിട്ട കണ്ണനവൻ വാய் திறந்தான் காசினியை காட்டிவிட்டான் தாம் தகீம் தஜனுகீம் தகீம் தாம் தகீம் தஜனுகீம் தகீம் தஜனு ஜனு தகிமி தகிக்கிடதோ சின்ன கண்ணன் என்ன செய்தான் தெரியுமா அவன் செய்த നൽകുന്നതാണ് അത് ഇത്തിരി അഭ്യസിച്ച് മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ. അപ്പൊ ഏതൊരു കാര്യവും അഭ്യസിക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താ? പരബ്രഹ്മത്തിന്റെ ആ പാല് അല്ലെ, ആ പാലാടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പാല് നുകരാണെങ്കിൽ ഭാഗ്യവാന്മാര്. ഈശ്വരൻ ബ്രഹ്മകുമാരിസിൽ വരുന്നവരെന്താ വിളിക്കുന്നത്? ഭാഗ്യവാന്മാര്. ബ്രഹ്മത്തിൽ നിന്ന് ഭഗവാൻ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലളിതമാക്കി മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ ഭാഗ്യശാലികളാണ്. അപ്പോൾ ആ ഭാഗ്യവാന്മാർക്ക് ഈ ജീവിതം വളരെ സുഖകരമാണ്. അറിവെന്ന് ഗുരുദേവൻ ആത്മാവെന്ന് അധികം പറയാറില്ല. അറിവ്, ആത്മാവ്, അപരാ പ്രകൃതി, ഈ 5 തത്വങ്ങളുടെ ദേഹവും ഈ ലോകത്തിലും പെട്ടുപോയാൽ അരനൊടി 1000 നമ്മൾ പറയില്ലേ, ജീവിതം മടുത്തു, ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. അപ്പൊ ഇത് ഭാരതീയ ആചാര്യന്മാര് ആണയിട്ട് പറയാണ്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ണു മൂക്ക് നാക്കൊക്കെ ഉണ്ട്, പക്ഷേ അതിലേക്ക് പോകുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിനെ എവിടേക്ക് കൊണ്ടുപോകണം? അനന്തതയിലേക്ക് കൊണ്ടുപോയി അനന്തമായ പരംധാമത്തിന്റെ പരമമായ ശാന്തി നമുക്ക് നുകരണം. അതേ മനസ്സ് തന്നെയാണ് ഇവിടെ വന്നിട്ട് രാത്രി ഇരുന്ന് ചിന്ത, അപ്പുറത്ത് ആ മരം അടുത്ത വീട്ടുകാരൻ്റെ മരം മാന്തി ഒന്ന് ഇപ്പുറത്തേക്ക് ആക്കണം, അവനെതിരെ കേസ് കൊടുക്കണം, പിന്നെ എന്തെല്ലാം 100 ചിന്തകളാണ്. ഈ ആ അനന്തമായ സുഖം അനുഭവിക്കാൻ സാധ്യതയുള്ള മനസ്സാണ് ഈ കൊച്ചു. അതാണ് പറഞ്ഞത്, അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ആകെ മൊത്തം ജീവിതം പ്രശ്നമായ മാറും. അപ്പൊ ഈശ്വരൻ പറയാണ്, നിങ്ങൾ സന്യാസികളെ പോലെ വീട് വിട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലിരിക്കെ തന്നെ ഈ 3 ലോകം എൻ്റെ അച്ഛൻ്റെയാണ്. അതാണ് ശിവലിംഗത്തിൽ 3 വരെ ഇട്ടിരിക്കുന്നത്. ത്രിലോകങ്ങളുടെ നാഥൻ എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെയാണ് ഈ പറമ്പെങ്കിൽ അത് എൻ്റെയും കൂടിയല്ലേ അല്ലേ? അപ്പോൾ ഈ 3 ലോകം എൻ്റെ അച്ഛൻ്റെ ഈശ്വരൻ്റെ ആണെങ്കിൽ ഞാനും ഈ 3 ലോകത്തിന്റെ അധികാരിയാണ്. അപ്പൊ ഈശ്വരൻ പറഞ്ഞു, നിന്റെ മനസ്സിന് അവിടെ പോയിക്കൂടെ? നിന്റെ മനസ്സ് അവിടെയും പോകുക, നിന്റെ മനസ്സ് ഇവിടെയും വന്നോട്ടെ. അവിടെ മാത്രം ഇങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമുക്ക് പേടിയായി പോയി. അയ്യോ, നമ്മൾക്ക് പറയുന്ന ഒരു വാക്കില്ലേ, നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ഭാര്യയും മക്കളൊക്കെ ആയി, നമ്മളെങ്ങനെ ഈ ബ്രഹ്മത്തെ, അത് നാരായണ ഗുരുദേവന് പറ്റുമായിരിക്കും, അങ്ങേർക്ക് ഭാര്യയും മക്കളില്ലാത്തതുകൊണ്ട് അങ്ങേര് കാട്ടിക്കേറി ധ്യാനിച്ച് കാണും. അപ്പൊ ഈശ്വരൻ പറയാണ്, പരിത്രാണായ സാധൂനം, സാധുക്കളായ മനുഷ്യരെ അസാധാരണക്കാരായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അസാധാരണമായ അറിവ് നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ ധ്യാനത്തിലും പതുക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ സാധാരണക്കാരാണ് എന്ന കോംപ്ലക്സ് നമുക്ക് പാടില്ല. ഞാൻ ഈശ്വരന്റെ കുട്ടിയാണെന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ടായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അടിക്കടി എന്ത് ചെയ്യണം? നമ്മൾ ഈശ്വരന്റെ ഓർമ്മയിൽ ഇരിക്കണം. അപ്പൊ മനസ്സിനൊരു അറിവ് കിട്ടുകയാണെങ്കിൽ ഈ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രോഗം ഉണ്ടെന്നും നമുക്കറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിയെ കാണാനില്ല, നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് ബോംബെയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ വന്നു, കുട്ടിയെ പോലീസ് സ്റ്റേഷൻ കിട്ടാൻ, പെട്ടെന്ന് നമ്മുടെ മനസ്സ് ബോംബെക്ക് പോകും. ബോംബെ എത്ര ദൂരെയാണ്, പക്ഷെ ബോംബെയിലേക്ക് മനസ്സിന് പോകാനോ? അതേപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് അപ്പുറം അല്ലേ മനസ്സിനെ ഉള്ളിലേക്ക് ഏകാഗ്രമാക്കുക. എന്നോടൊപ്പം 5 തവണ ഓം ചൊല്ലുക. ഇവിടെ മുഴുവനും ആ ഒരു പ്രണവമന്ത്രം, ആ ഓം ധ്വനി ഇവിടെ അലയടിക്കണം. ശിരോമധ്യത്തിലായി ഇരുപുരികങ്ങളുടെയും മധ്യത്തിലായി എന്റെ ശ്രദ്ധയെ പ്രകാശിക്കുകയാണ്.
എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ഈ ശിരസാകെ ആ പ്രകാശ സ്വരൂപിനെ ദർശിക്കുകയാണ്. ആ പരമാത്മാവിൽ നിന്നും പ്രകാശ സാഗരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ